Assalamu alaikum wa rahmatullahi wa barakatuhu. How are you all, my dear children? In the last class, we studied about chapter 2, equations of motion, right? Okay, in this class, we will be learning the rest of the chapter, starting with the dua for knowledge. Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattahu Rabbi zidni ilma, Rabbi zidni ilma, Rabbi zidni ilma. Okay, today I told you we will learn about graphs. What is a graph? Graph. A graph is a two-dimensional picture. A two-dimensional picture. It has two axes. An x-axis and a y-axis. It has two axes, an x-axis and a y-axis. We draw the x-axis of the graph horizontally and the y-axis of the graph vertically. So, denote x here, x dash here, y here, y dash here. Okay, children? And what is the center? The center is called origin. The point O is called origin of the graph. Now, in this graph, we draw the graph in a graph paper. A graph paper contains of many squares. I will call it a box. One box will contain 10 rows and 10 columns. Okay? One box will contain 10 rows and 10 columns. Understand? There are numerous amount of boxes inside the graph. Okay? One box will be called as 1 centimeter. എന്താണ് 1 സെൻറ്റിമീറ്റർ എന്നായിരിക്കും ഞാൻ ആ 1 ബോക്സിൻ്റെ ലെങ്ത്തിനെ വിളിക്കുന്ന പേര്. ഓക്കെ, അപ്പോൾ ഞാനിനി 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്ത് പറയണം? അത് 1 ബോക്സിൻ്റെ ലെങ്ത് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം ഇൻബിൽട്ടായിട്ട്. ഓക്കെ, അപ്പം ഒരുപാട് സ്ക്വയേഴ്സ് ഉണ്ടെന്ന് മനസ്സിലായില്ലേ ഗ്രാഫിൽ. നൗ ഇൻ ദ ഗ്രാഫ് we have to represent the numbers because graph is a relation between two quantities. രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻ ഡിനോട്ട് ചെയ്യാനാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്. ആ ക്വാണ്ടിറ്റീസ് എന്തുമാവാം. ഇവിടെ നമ്മൾ എന്താണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ് പഠിക്കുന്നത്. അപ്പോൾ ടു ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ടൈമും പൊസിഷനും എടുക്കാം. ഇല്ലെങ്കിൽ അതർവൈസ് വി ക്യാൻ ടേക്ക് ടൈം ആൻഡ് വെലോസിറ്റി. മനസ്സിലായോ? അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് തമ്മിലുള്ളൊരു റിലേഷൻ കണ്ടെത്താൻ സഹായിക്കുന്നതാണ് ഗ്രാഫ്. ഇവിടെ ഐ എം ടേക്കിംഗ് ടു ക്വാണ്ടിറ്റീസ്, ടൈം വിച്ച് ഈസ് ഇൻ സെക്കൻഡ്സ്, ടൈം ഇൻ സെക്കൻഡ്സ്. ഹിയർ ഐ എം ഗോയിങ് ടു ടേക്ക് പൊസിഷൻ. പൊസിഷൻ മാറുന്നത് എങ്ങനെയാണ്? മീറ്ററിൽ. ഓക്കെ, പൊസിഷൻ മാറുന്നത് മീറ്ററിലാണ്. പൊസിഷൻ മേ ബി ഡിസ്റ്റൻസ്, ഇറ്റ് മേ ബി ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്റ്റൻസ് ആവാം, ഡിസ്പ്ലേസ്മെൻ്റ് ആവാം, എനിക്കിഷ്ടമുള്ളത് എടുക്കാം. ഇവിടെ ഞാൻ ടൈം എടുത്തു. വൈ? ടൈം എപ്പോഴും ഞാൻ എക്സ് ആക്സിസിലെടുക്കും. ടൈം, ഡേ, ഡേറ്റ്, ഈ എക്സ് ആക്സിസിലെടുക്കുന്ന വേരിയബിൾസ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റീസ്, ദ ക്വാണ്ടിറ്റീസ് ടേക്കൺ ഇൻ ദ എക്സ് ആക്സിസ് വിൽ ബി ഇൻഡിപെൻഡൻറ്റ്, ബട്ട് ദ പൊസിഷൻ ഓർ ദ quantities taken in the y-axis will be dependent on the quantity here. But position ടൈമിനെ ഡിപ്പെൻഡ് ചെയ്ത് മാറും. വെലോസിറ്റീസ് വരച്ചാൽ വെലോസിറ്റി ടൈമിനെ ഡിപ്പെൻഡ് ചെയ്ത് മാറും. ഇപ്പോൾ ഗ്രാഫ്സ് വേറെ പല തരത്തിലും കാണും. നമുക്കിപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്നതാണ്. വി ആർ ടേക്കിംഗ് എ ക്രിക്കറ്റ് മാച്ച് വേർ നമ്പർ ഓഫ് റൺസ് എടുക്കുന്നത് ഓരോ ഓവറിലാണ് അല്ലേ? അപ്പോൾ ഓവറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റൺസ് എടുക്കുന്നത് അല്ലേ? സോ ഓവർ നമ്മൾ എവിടെ കാണിക്കും? എക്സ് ആക്സിസിൽ കാണിക്കും. റൺസ് എടുക്കുന്നത് എവിടെ കാണിക്കും? വിൽ ഷോ ഇറ്റ് ഇൻ ദ വൈ ആക്സിസ്. മനസ്സിലായോ? അപ്പം ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റി എക്സ് ആക്സിസിലും ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി വേർ വൈ ആക്സിസിലും കാണിക്കും.
Now, here I am going to draw a table. പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാൻ പോവുകയാണ്. അതിനെനിക്ക് പൊസിഷൻ ടൈം ഡിനോട്ട് ചെയ്യുന്ന ഒരു ടേബിൾ വേണം. ആ ടേബിൾ നോക്കി ഞാൻ ഗ്രാഫ് വരയ്ക്കും. ഇൻ ദ ടേബിൾ ഐ എം ടെല്ലിങ് ദാറ്റ് ടൈം ആൻഡ് പൊസിഷൻ വിൽ ബി ഡിനോട്ടഡ്. ഓക്കെ, 0 സെക്കൻഡ്സിൽ ടൈം ഇൻ സെക്കൻഡ്സ്, പൊസിഷൻ ഇൻ മീറ്റർ. 0 സെക്കൻഡ്സിൽ പൊസിഷൻ മൂവ് ചെയ്തത് 0 മീറ്ററാണ്. 1 സെക്കൻഡിൽ പൊസിഷൻ മൂവ് ചെയ്തത് 10 മീറ്ററാണ്. 2 സെക്കൻഡിൽ 20, 3 സെക്കൻഡിൽ 30. ഓക്കെ, സപ്പോസ് ഇത് എനിക്ക് വരയ്ക്കണം. ഇതാണ് എനിക്ക് വരയ്ക്കാനുള്ള ഗ്രാഫ് എന്ന് വിചാരിച്ചോ. സപ്പോസ് ഐ ഹാവ് ടു ഡ്രോ ദ ഗ്രാഫ് ഫോർ ദിസ് ടേബിൾ. ഹൗ വിൽ യു ഡ്രോ? ഫോർ ടൈം 0 ദ പൊസിഷൻ ഈസ് 0 എന്നൊക്കെ നമുക്കറിയാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഗ്രാഫിൽ നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യണം. ദ ബിഗിനിങ് ഓഫ് ദ നമ്പർ, ബിഗിനിങ് അല്ലെങ്കിൽ ഒറിജിൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഒറിജിൻ ഓഫ് ദ ഗ്രാഫ് അറ്റ് ദ കോയിൻസിഡൻസ് പോയിന്റിലായിരിക്കും, അത് 0 ആയിരിക്കും. റൈറ്റ് സൈഡ് പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. ഇവിടെ ഞാൻ 1 എടുത്തു, 2 എടുത്തു, 3 എടുത്തു, 4, 5, 6, 7 എക്സെട്ര. ഇവിടെ എന്തായിരിക്കും? നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. ഇനി മേളിലോട്ട് എന്തായിരിക്കും? എനിക്ക് പൊസിഷനാണ്. പൊസിഷൻ എനിക്ക് 0, 10, 20, 30, 40 അങ്ങനെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. 1 ബോക്സിൽ ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് 0 കഴിഞ്ഞാൽ 10, 20, 30, 40 എന്നാണെന്നിരിക്കട്ടെ. ഓക്കെ, അപ്പം ഇൻ ദ എക്സ് ആക്സിസ് ഐ ഡിനോട്ടഡ് 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്. ഈ 1 സെക്കൻഡ് 1 ബോക്സ്, 2 സെക്കൻഡ് അടുത്ത ബോക്സ്. മനസ്സിലായോ? ഇവിടെ 1 ബോക്സ് 10 മീറ്റർ, അടുത്ത ബോക്സ് 20 മീറ്റർ, അടുത്ത ബോക്സ് 30 മീറ്റർ. ഓക്കെ, നൗ ഐ എം ഗോയിങ് ടു ഡിനോട്ട് ദ പോയിൻറ്റ്സ് ഇൻ ദ ഗ്രാഫ്. 0ൽ 0 ആണ്, അത് ഒറിജിനാണ്. 1 സെക്കൻഡിൽ 10 ആണ്. 1 സെക്കൻഡിൽ 10 മീറ്റർ, ഇപ്പോൾ ഇവിടെ പോയിൻറ്റ്. 2 സെക്കൻഡിൽ 20 മീറ്റർ. 2 സെക്കൻഡിൽ പെർപെൻഡിക്കുലർ വരയ്ക്കുക, 20 മീറ്ററിൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുക, ഒരു പോയിൻ്റ് കിട്ടും. 3 സെക്കൻഡിൽ 30 മീറ്റർ. 3 സെക്കൻഡിൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുക, draw perpendicular from 30 seconds also, we get another point. Join these points for forming a graph. We join these points for forming a graph. What did we get? We got a straight line graph. അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് ഈ പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. സോ ദിസ് ഗ്രാഫ് റെപ്രസെൻറ്റ്സ് ദാറ്റ് ദ പൊസിഷൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്തത്. ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്തത്. 0 to 10, 10 മീറ്റർ, 10 to 20, അഗെയിൻ 10 മീറ്റർ, 20 to 30, അഗെയിൻ 10 മീറ്റർ. അപ്പം ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്തു. അങ്ങനെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടി. അപ്പം ഇവിടെ പറയേണ്ടത് വെലോസിറ്റി എന്ന് പറയുന്ന വാല്യൂ യൂണിഫോം ആണ്, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാം. വെലോസിറ്റി നമുക്ക് d/t അല്ലേ വെലോസിറ്റി? ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ് അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം. y ആക്സിസ് ഡിവൈഡഡ് ബൈ x ആക്സിസ് വിച്ച് ഈസ് കോൾഡ് ദ സ്ലോപ്പ്. സ്ലോപ്പ് എന്ന് പറയുന്നത് ഒരു പ്രയോഗമുണ്ട്. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y ആക്സിസിൽ എന്താണുള്ളത് ആ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ x ആക്സിസിലുള്ള ക്വാണ്ടിറ്റി. ഈ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 2 പോയിൻ്റ് ഫ്രം y ആക്സിസ് എടുക്കണം, സബ്ട്രാക്ട് ചെയ്യണം. 2 പോയിൻ്റ് ഫ്രം x ആക്സിസ് എടുക്കണം, സബ്ട്രാക്ട് ചെയ്യണം. y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 എടുത്താൽ we will get the slope of the graph. Now here the slope is velocity because here I have taken
പൊസിഷൻ വിച്ച് ഇസ് കോൾഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ടൈം. അപ്പം ഇതൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം അല്ലെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫാണ്. പൊസിഷൻ ടൈം ഗ്രാഫാണ്. സ്ലോപ്പ് എന്താണ്? വെലോസിറ്റിയെ ഡിനോട്ട് ചെയ്യുന്നു. പൊസിഷൻ ടൈം ഗ്രാഫാണ്. പൊസിഷനെ എനിക്ക് വേണമെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വിളിക്കാം. ഡിസ്പ്ലേസ്മെൻറ്റിനെ എനിക്ക് എസ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ആൻ എസ് ടി ഗ്രാഫ്. ഇതൊരു എസ് ടി ഗ്രാഫാണ്. അപ്പോൾ ടേബിൾ അനുസരിച്ച് ഗ്രാഫ് വരയ്ക്കാൻ പഠിച്ചല്ലോ. ഈ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ്. പല രീതിയിലും ഗ്രാഫ്സ് വരാം. സ്ട്രെയിറ്റ് ലൈൻ അല്ലാതെയും വരാം. അതിനോരോ പേരുകൾ കാണും. ഇപ്പോൾ ഇത് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെലോസിറ്റി ഇതേപോലെ ഈക്വൽ ഇൻറ്റർവൽസ് ഓഫ് ടൈമിൽ ആയതുകൊണ്ട് യൂണിഫോം ആയിട്ടായിരിക്കും പോകുന്നതെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ യൂണിഫോമിൻ്റെ വെലോസിറ്റി വന്നാൽ എസ് ടി ഗ്രാഫിൽ സ്ട്രെയിറ്റ് ലൈൻ വരും യൂണിഫോം വെലോസിറ്റിക്ക്. ഇനി ഞാൻ I'm going to draw another graph, and I will tell you about a thing called scaling. Okay, in a graph, firstly draw the graph, denote x-axis, denote y-axis, okay, denote the origin. In the x-axis നമ്മൾ സ്കെയിൽ ചെയ്യുന്നത് എന്തിനാണെന്ന് പഠിക്കണം. ഓക്കെ, സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ ബോക്സും അതായത് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര ക്വാണ്ടിറ്റിയാണ്, എനിക്കിഷ്ടമുള്ള ക്വാണ്ടിറ്റി എമൗണ്ട് എടുക്കാം. എനിക്ക് 1 സെക്കൻഡായിട്ട് എടുക്കാം. ഇഫ് സപ്പോസ് എക്സ് ആക്സിസ് ഈസ് ടൈം ആൻഡ് ഐ ആം ഡിനോട്ടിങ് 1 ബോക്സ് ആസ് 1 സെക്കൻഡ്, ഇറ്റ്സ് മൈ വിഷ്. ഐ ക്യാൻ യൂസ് ഇറ്റ് ഓൾസോ. 1 ബോക്സ് എനിക്ക് 2 സെക്കൻഡ്സ് എടുക്കാം. 1 ബോക്സ് എനിക്ക് 4 സെക്കൻഡ്സ് എടുക്കാം. ദാറ്റ്സ് മൈ വിഷ്. ഓക്കെ, അപ്പം ഞാൻ ഗ്രേറ്റർ സ്കെയിലിംഗ് ചെയ്താൽ സൈസ് ഓഫ് ദ ഗ്രാഫ് കുറയും. സ്കെയിലിംഗ് കൂട്ടിയാൽ സൈസ് ഓഫ് ദ ഗ്രാഫ് കുറയും. പക്ഷെ വാല്യൂവിന് ചേഞ്ച് വരത്തില്ല. നോ ചേഞ്ച് ഫോർ വാല്യൂ എപ്പോഴും സെയിം ആയിരിക്കും. ബട്ട് ഐ ക്യാൻ ചേഞ്ച് ദ സ്കെയിൽ ഓഫ് ദ ഗ്രാഫ് ആൻഡ് ഡിക്രീസ് ദ ഗ്രാഫ് സൈസ് ഓഫ് ദ ഗ്രാഫ് എനിക്ക് ഡിക്രീസ് ചെയ്യാം. വലിയ ലൈൻ വരയ്ക്കുന്നതിന് പകരം ചിലപ്പോൾ എനിക്ക് ചെറിയ ലൈൻ കിട്ടും. അതാണ് സൈസ് ഡിക്രീസ് എന്ന് പറഞ്ഞത്. അപ്പോൾ സ്കെയിലിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിക്കാം. ബിഫോർ ഞാൻ പറഞ്ഞത് 1 ബോക്സ് 1 സെക്കൻഡ്, 1 ബോക്സ് 1 സെക്കൻഡ് എന്നല്ലേ പറഞ്ഞത്? ഇങ്ങനെയല്ലേ പറഞ്ഞത്? ഇവിടെ ടൈം ആണെങ്കിൽ സപ്പോസ് ടൈം ഇൻ സെക്കൻഡ്സ്, ഇവിടെ പൊസിഷൻ 10, 20, 30 അല്ലേ? പൊസിഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ മീറ്റർ. ഓക്കെ, എസ് ടി ഗ്രാഫ് വരച്ചു. എനിക്ക് ഈ സ്കെയിലിംഗ് മാറ്റിയിട്ട് ഐ വോണ്ട് ടു ഡിനോട്ട് 1 സെൻറ്റിമീറ്റർ ആസ് 2 സെക്കൻഡ്സ്. 1 സെൻറ്റിമീറ്റർ ആസ് 2 സെക്കൻഡ്സ്. അപ്പോൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഐ വോണ്ട് ടു ഡിനോട്ട് ദ സ്കെയിൽ 1 സെൻറ്റിമീറ്റർ. എക്സ് ആക്സിസിൽ 1 സെൻറ്റിമീറ്റർ 2 സെക്കൻഡ് ആയിട്ടാണ് എനിക്ക് ഡിനോട്ട് ചെയ്യേണ്ടത്. How will I do that? Just write 2 in 1 box. ഇവിടെ എന്ത് വരും? 4 വരും. ഇവിടെ എന്ത് വരും? 6 വരും, 8 വരും, 10 വരും. അപ്പം 1 ബോക്സ് 0 to 2 ആയിരിക്കും. നെക്സ്റ്റ് ബോക്സ് 2 to 4 ആയിരിക്കും. മനസ്സിലായോ? എനിക്ക് ഇവിടുത്തെ സ്കെയിൽ വൈ ആക്സിസിനെ ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് 1 സെൻറ്റിമീറ്ററിൽ എനിക്ക് ഇപ്പം 10 ആണ് കിടക്കുന്നത്. എനിക്ക് 20 ആക്കണമെന്നുണ്ടെങ്കിൽ 20 മീറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 0 to 20 ഫസ്റ്റ്, 40, 60, 80 മീറ്റേഴ്സ് അല്ലേ? ആണോ? അപ്പോൾ മനസ്സിലായോ? സ്കെയിലിംഗ് ചെയ്തത് മനസ്സിലായോ? ഞാൻ സ്കെയിലിങ്ങിൻ്റെ നമ്പർ കൂട്ടിയപ്പം ഒരു ബോക്സിൽ കൂടുതൽ ഇത് 1 സെക്കൻഡിന് പകരം ഞാൻ 2 സെക്കൻഡ്സ് ചേർത്തു. അതേപോലെ 10 മീറ്ററിന് പകരം 20 മീറ്റർ 1 ബോക്സിൽ ചേർത്തു. അപ്പം എന്ത് സംഭവിച്ചു? സൈസ് ഓഫ് ദ ഗ്രാഫ് എനിക്ക് ചെറുതായി വരും. എനിക്ക് അതേ ലീനിയർ ഗ്രാഫ് തന്നെ വരും, പക്ഷേ സൈസ് ചെറുതാവും. ബട്ട് 0 to ഇപ്പോൾ 1 എവിടെയാണ് വരുന്നത്? 0ൻ്റെയും 2ൻ്റെയും നടുക്ക്, ഇൻ ദ മിഡിൽ ഓഫ് 0 and 2. 2ൻ്റെയും 4ൻ്റെ നടുക്ക് എന്ത് വരും? 3 വരും. അപ്പം ഇഫ് ഐ വോണ്ട് ടു ഡിനോട്ട് 1 and 10, അപ്പം 0 to 2 എന്ന് പറയുന്നത് 1 ബോക്സ് ആണ് അല്ലേ? 0 ഇവിടെ, 2 ഇവിടെ അല്ലേ? അവിടെ 10 കോളംസ് ഉണ്ടല്ലേ? അല്ലേ? ഇതിൻ്റെ നേർപകുതിയിൽ
എനിക്ക് 1 വരയ്ക്കണം. ഇത് ഞാൻ മാഗ്നിഫൈ ചെയ്ത ഇമേജാണ് വരയ്ക്കുന്നത്, ബിഗ്ഗർ ഇമേജാണ്. ഗ്രാഫ് പേപ്പറിൽ ബിഗ്ഗർ ഇമേജാണ് ഞാൻ വരയ്ക്കുന്നത്. ഓക്കെ, 1 ബോക്സ് 0 to 2 സെക്കൻഡ്സ് ആണ്. അതിൻ്റെ നേരെ നടുക്ക് വെച്ചിട്ട് 1 സെക്കൻഡ് ഡിനോട്ട് ചെയ്യാം. അതേപോലെ ഇവിടെ 0 to 20 മീറ്റർ ആണ്. ഇതിൻ്റെ നേർ പകുതി എന്തായിരിക്കും? 10 മീറ്ററിനെ ഡിനോട്ട് ചെയ്യും. റൈറ്റ്. So in the graph you can draw or you can scale according to your wish, but the value won't change. Appam you can look at the picture or the graph in page number 33. You will find that there is a table given. You have to correct that table. It is not position and velocity, it is time and position. ഓക്കെ, ടൈമും പൊസിഷനുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. പൊസിഷനും വെലോസിറ്റി എന്നാണ് ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, ടൈം ആൻഡ് പൊസിഷൻ, നമുക്ക് പൊസിഷൻ മീൻസ് പൊസിഷൻ തന്നെ എഴുതാം. ടൈം ആൻഡ് പൊസിഷൻ നമുക്ക് കാണിക്കണം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യാനാണ്. 0 സെക്കൻഡ്സിൽ 0 ആണ്. ഗ്രാഫ് അനുസരിച്ചാണ് ചെയ്യേണ്ടത്. 2 സെക്കൻഡ്സിൽ 10 ആണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഡാഷ് സെക്കൻഡ്സിലാണ് 20 ഡിനോട്ട് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. 6 സെക്കൻഡ്സിൽ എത്രയാണ് പൊസിഷൻ ഡിനോട്ട് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ യു ലുക്ക് അറ്റ് ദ ഗ്രാഫ് ആൻഡ് ഫിൽ ദ ബ്ലാങ്ക്സ്. അപ്പോൾ ഇൻ ദ ഗ്രാഫ് യു ക്യാൻ സീ ദാറ്റ് പൊസിഷൻ 20യിൽ ഡ്രോ പെർപെൻഡിക്കുലർ. 20 പൊസിഷനിൽ നിന്ന് പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്യുക. 20 പൊസിഷനിൽ നിന്ന് പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്യുക. ഓക്കെ, you will get a point in that graph in the textbook, and from that point draw a perpendicular downwards. You will get that the number is 4. So blank il 4 eluduga. Draw a perpendicular from 20 to the slope, and from that point draw a perpendicular downwards. You will get what is the time when distance 20 is travelled. Fine. Okay, complete that table looking at the graph. Okay, this will be a homework. And next also in the page 33 you have to change the scale of the above graph. You have to do it after this class, after watching this class, after studying this class. You have to do it on your own and show it to me. If you have any doubt, please rectify. In the next section we have to learn about one more graph. അതും കൂടെ പഠിച്ചാൽ ഗ്രാഫിൻ്റെ പരിപാടി കഴിഞ്ഞു. പൊസിഷൻ ടൈം ഗ്രാഫ് ST ഗ്രാഫാണ് പഠിച്ചതല്ലേ. ഇനി നമുക്ക് VT ഗ്രാഫ് പഠിക്കാം. ST ഗ്രാഫ് പഠിച്ചു. യു ഹാവ് ടു ലേൺ അബൌട്ട് VT ഗ്രാഫ്. VT ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെൽ മീ. വെലോസിറ്റി ആൻഡ് ടൈം. എപ്പോഴും എക്സ് ആക്സിസ് വൈ ആക്സിസ് ഡിനോട്ട് ചെയ്യുക. ഫസ്റ്റ്ലി ടൈം ഇൻ സെക്കൻഡ്സ് ആണെന്നും വെലോസിറ്റി ഇൻ മീറ്റർ പെർ സെക്കൻഡ്സ് ആണെന്നും നമുക്കറിയാം അല്ലേ. Time I am going to take 1 second, 2 second, 3 second, 4 second, 5 second, etc. And velocity I am going to take 10 meter per second, 20 meter per second, 30 meter per second and 40 meter per second. Okay, velocity time graph denote ചെയ്യുന്നത്. Okay, ശ്രദ്ധിച്ചേ. A car is moving from a point A to a point F. Okay, from A to B it travelled 10 meter. From B to C it travelled 20 meter. പിന്നെ D ആയപ്പം അത് I will denote that as points only. When it came to B, its distance is 20 meter. Then at C it's 20 meter, 30 meter, 40 meter and 50 meter. Suppose when it came to B, the time was 5 seconds, 10 seconds, 15 seconds, 20 seconds, 25 seconds, etc. Suppose. Okay, this is position and this is time. ഇവിടെ എന്താണ് കൊടുത്തേക്കുന്നത്? വെലോസിറ്റി ആണല്ലേ. ഇപ്പോൾ വെലോസിറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഐ എം ടെലിങ് യു 5ൽ 10 മീറ്റർ പെർ സെക്കൻഡ്, 10 സെക്കൻഡ്സിൽ
15 meter per second, 10, 15, 20 ഇങ്ങനെയാണെന്നിരിക്കട്ടെ. സപ്പോസ് ഇപ്പോൾ എങ്ങനെ ഗ്രാഫ് ഡിനോട്ട് ചെയ്യും? എനിക്ക് ഈ ടേബിൾ അനുസരിച്ച് ഗ്രാഫ് വരയ്ക്കണം അല്ലേ? ലെറ്റ് മീ ഷോ യു അക്കോർഡിംഗ് ടു ദ ടേബിൾ ഹൗ വിൽ ഐ ഡ്രോ ദ ഗ്രാഫ്. ഓക്കെ, അക്കോർഡിംഗ് ടു ദ ടേബിൾ. എനിക്ക് സ്കെയിൽ അതനുസരിച്ച് എടുത്താൽ മതിയല്ലോ. ഓക്കെ, ലിസൺ. ടേബിൾ പോലെ ഞാൻ എങ്ങനെ ഗ്രാഫ് വരയ്ക്കും? ഹിയർ ഐ ഹാവ് ടേക്കൺ ടൈം ആൻഡ് വെലോസിറ്റി. ഓക്കെ, ഈ വാല്യൂം വേണം. ടൈം ഐ എം ടേക്കിംഗ് 1 box 5, 10, 15, 20, 25. ടൈം, വെലോസിറ്റി, എക്സ് ആക്സിസിലെ വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡിലാണ്. ഐ എം ടേക്കിംഗ് 10, 15, 20, 25 ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ 10, 1 box, 15, 5, 10, 15, 5, 10, 15, 20, 25, 30. And what is the scale of this box? Scale eduthu. Scale x axis 1 centimeter, 5 seconds. Y axis 1 centimeter, 5 meter per second എന്നാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ സ്കെയിൽ വരച്ചു, വി ടി ഗ്രാഫിൽ ഞാൻ ഡിനോട്ട് ചെയ്തു. നൗ യു ഹാവ് ടു ടെൽ മീ വാട്ട് ആർ ദ പോയിൻറ്റ്സ് and also draw the graph. Can you draw the graph? Denote the points. At 5 seconds, denote 10 meter per second. ഇങ്ങനെ 10ൽ തുടങ്ങി, പിന്നെ 15. See, draw perpendiculars. Okay, മനസ്സിലായോ? Draw perpendiculars. This is the ഗ്രാഫ്. ഇവിടെയും ഒരു ലീനിയർ ഗ്രാഫ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന. ജോയിൻ ദ പോയിൻറ്റ്സ് ഇൻ യുവർ ബുക്ക്. ഓക്കെ, ഒരു ലീനിയർ ഗ്രാഫ് ആയിരിക്കും കിട്ടുന്നത്. ഇൻ ദ വി ടി ഗ്രാഫ് വി ഹാവ് ടു സേ വാട്ട് ഈസ് ദ സ്ലോപ്പ്. ഇൻ ദ വി ടി ഗ്രാഫ് സ്ലോപ്പ് ഈസ് കോൾഡ് ആക്സിലറേഷൻ. ഇപ്പോൾ യൂണിഫോം സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയാൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ അല്ലേ കിട്ടിയത് ജോയിൻ ചെയ്യുമ്പം? സ്ട്രെയിറ്റ് ലൈൻ ആണ് ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയത്. സോ യൂണിഫോം ആക്സിലറേഷൻ. വി ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് ആക്സിലറേഷൻ ആണ് കാണിക്കുന്നത്. അത് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ യൂണിഫോം ആക്സിലറേഷൻ. നോൺ യൂണിഫോം ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കത്തില്ല, ലൈൻ ഇങ്ങനെ കേർവ്ഡ് ആയിട്ടൊക്കെ വരും. അപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈമിൽ ഈക്വൽ വെലോസിറ്റി ആണ് കാണിച്ചത്. സോ യൂണിഫോം ആയിട്ട് ആക്സിലറേറ്റ് ചെയ്തു എന്നാണ് അതിൻ്റെ meaning. Okay children, in this class we have discussed about two graphs, ST graph and VT graph, position time graph and velocity time graph. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫിൽ നമ്മൾ എന്തോ ചെയ്തു? പൊസിഷനും ടൈമും ഡിനോട്ട് ചെയ്യുക. ആൻഡ് വെലോസിറ്റി ടൈം ഗ്രാഫിൽ ടൈമും എക്സ് ആക്സിസിലെ ടൈമും എപ്പോഴും എക്സ് ആക്സിസിലെ ടൈം ആയിരിക്കും, ആൻഡ് വൈ ആക്സിസിൽ വെലോസിറ്റിയും ആയിരിക്കും. ദെൻ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി വിൽ ഡിസ്കസ് how to convert equations of motion, how to derive equations of motion from the graphs. Okay, and also I will give you some problems in the next class. Okay, we'll discuss about some of the problems given in this chapter in the next class. Okay, I hope you understood up till this. See you in the next class. Assalamu alaikum wa rahmatullahi wa barakatuh.